ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസായിട്ടുള്ള എനാക്കൊണ്ട എന്ന ഒരു ചൈനീസ് ഹൊറർ ആക്ഷൻ മൂവിയാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ ഒരു മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു കാടിന് നടുവിലുള്ള ഒരു പുഴയിലൂടെ 4 പേര് ഒരു ബോട്ടിലിരുന്ന് ആ കാടിന് കിട്ടിയിട്ടുള്ള ശാപവും അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന പാമ്പുകളെ കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് പോവാണ്. ആ ഒരു കാട് നിറയെ വിഷമുള്ളതും വിഷമില്ലാത്തതുമൊക്കെ ആയ ഒരുപാട് പാമ്പുകളാണ്. അവര് ആ ഒരു കാട്ടിലേക്ക് വന്നിരിക്കുന്നത് തന്നെ അവിടെയുള്ള അപൂർവമായ കുറച്ച് പാമ്പുകളെ പിടിച്ച് അവരെ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് അവർ എത്തിച്ചേരുകയും ഇത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ആ 4 പേരിൽ ഒരാള് ഇവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജെഫിന്റെ അടുത്ത് ഇവരുടെ ജീവൻ പോലും പണയം വെച്ച് വന്നതുകൊണ്ട് കൂടുതൽ പൈസ ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ അപ്പൊ തന്നെ അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് അവന് കൊടുത്തതിന് ശേഷം ഒരു കത്തി എടുത്ത് അവന്റെ കഴുത്തിൽ കുത്തി അവനെ കൊന്നുകളയാണ്. എന്നിട്ടും നിർത്താതെ അവൻ ആ ഒരു കത്തി തന്നെ ഉപയോഗിച്ച് അവന്റെ കഴുത്ത് അറുത്ത് ആ ഒരു പുഴയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് ബാക്കി 2 പേരും ഇവൻ എന്ത് സൈക്കോയാണെന്ന ഭാവത്തോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ 3 പേരും കൂടി ആ ഒരു ഐലൻഡിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു കാടിന്റെ ഉള്ളിലായിട്ട് ഒരു പാമ്പിന്റെ വലിയൊരു സ്റ്റാച്ചു കാണുന്ന അവൻ താൻ കേട്ടറിഞ്ഞതുപോലെ ഈ ഒരു കാട്ടില് ക്രിംസൺ എനാക്കൊണ്ട എന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു പാമ്പ് ഉണ്ട് എന്ന് ഉറപ്പിക്കുകയും ചെയ്യാണ്. അപ്പോഴാണ് അവന്റെ കമ്പാനിയൻസ് ആയിട്ടുള്ള ആ 2 പേരും അവിടെ ഒരുപാട് പാമ്പുകളെ കാണുന്നത്. അവയെ കണ്ടപ്പോൾ തന്നെ ഇവയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് സന്തോഷിച്ച് അവരെ പാമ്പുകളെല്ലാം ഒരു ചാക്കിലേക്ക് കയറ്റുന്നുണ്ട്. പിന്നീട് ആ ഒരു കൂട്ടത്തിലൊരുവൻ ആ ഒരു ചാക്കും എടുത്ത് ബോട്ടിനരികിലേക്ക് ചെന്നപ്പോഴാണ് വെള്ളത്തിൽ എന്തോ അനങ്ങുന്ന പോലെ അവന് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ കാടിലേക്ക് ഓടിക്കയറാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ആ ഒരു വെള്ളത്തിൽ നിന്ന് വളരെ ഭീമാകരമായിട്ടുള്ള ഒരു എനാക്കൊണ്ട വളരെ പെട്ടെന്ന് തന്നെ അവനെ ആക്രമിച്ച് അവന്റെ ഫുൾ ബോഡി തന്നെ വിഴുങ്ങിക്കളയാണ്. ആ സമയത്താണ് അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള മറ്റൊരുവൻ അവനെ അന്വേഷിച്ച് ആ ഒരു കാട്ടിലേക്ക് വരുന്നത്. എന്നാൽ അവൻ അവിടെ കാണുന്നത് ആരെയോ വിഴുങ്ങിയ രീതിയിലുള്ള ആ ഒരു വലിയ അനാക്കൊണ്ടയാണ്. നേരത്തെ വിഴുങ്ങിയ ആ ഒരു മനുഷ്യനെ ഛർദ്ദിച്ച് ഇട്ടതിനു ശേഷം ആ അനാക്കൊണ്ട അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഈ മനുഷ്യനെയും പിടിച്ച് അവന്റെ ബോഡിയെല്ലാം ഞെരുക്കി എല്ലുകളെല്ലാം ഒടിച്ച് വളരെ ബ്രൂട്ടലായിട്ട് ആ ഒരു മനുഷ്യനെയും കൊന്നുകളയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് തന്റെ ഫ്രണ്ട്സിനെ ഒന്ന് രക്ഷിക്കാൻ പോലും ശ്രമിക്കാതെ ആ ഒരു അനാക്കൊണ്ടയെ പിടിക്കാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു ജെഫ് എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോ. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ പക്ഷികളുടെ സ്വരമെല്ലാം കേട്ടിട്ട് ആ ഒരു അനാക്കൊണ്ട അവിടെ നിന്ന് പോവുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു സർക്കസ് ട്രൂപ്പിനെയാണ്. സർക്കസ് എല്ലാം പൂട്ടി നഷ്ടത്തിൽ ഓടുന്നത് കൊണ്ട് തന്നെ ആ ഒരു സർക്കസിന്റെ ഓണർ ആ ഒരു സർക്കസ് ട്രൂപ്പിന് തന്നെ ഒരു കള്ളക്കടത്തുകാരന് വിറ്റുകൊടുക്കുകയാണ്. ആ കള്ളക്കടത്തുകാരൻ പണ്ട് ഈ ഒരു സർക്കസ് ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും കൂട്ടി തായ്ലൻഡിൽ പുതിയൊരു സർക്കസ് ഷോ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാവരെയും കൂട്ടി തായ്ലൻഡിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ഒരു ബോട്ടിൽ കയറി തായ്ലൻഡിലേക്ക് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുറെ മരങ്ങളും തടികളുമെല്ലാം അവരുടെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത് മാറ്റാതെ മുമ്പോട്ട് പോകാനാവില്ല എന്ന് ആ ഒരു ബോട്ടിന്റെ ക്യാപ്റ്റൻ പറയുന്നത്. പിന്നീട് അദ്ദേഹം ആ ഒരു സർക്കസ് ട്രൂപ്പിലുള്ള 2 പേരെ ഒരു വഞ്ചിയിൽ കയറ്റി ആ ഒരു തടിയുടെ സൈഡിലേക്ക് അവർ അയച്ചിട്ട് ഒരു ബോംബ് ഫിറ്റ് ചെയ്ത് അതിന് പൊട്ടിച്ച് തന്റെ വഴിയെല്ലാം ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അവിടെ നടന്നത്. ആ ഒരു ബോംബ് പൊട്ടിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വുഡ്സിനോടും തടികളോടുമൊപ്പം അതുമേലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് പാമ്പുകളും ഇവരുടെ ബോട്ടിലേക്ക് തെറിച്ച് വീഴുകയാണ്. ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും ആ ഒരു പാമ്പുകൾ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും പാമ്പ്. അവരെല്ലാവരും ഓരോ സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഒരു പാമ്പുകൾ അവരെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ ഒരു സർക്കസ് ട്രൂപ്പിൽ ഉണ്ടായിരുന്ന നമ്മുടെ നായികയായിട്ടുള്ള ലാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ പൈപ്പും എടുത്ത് ആ പാമ്പുകളുടെ മേത്തേക്കെല്ലാം വെള്ളം ചീറ്റി അവരെ ആ ഒരു ബോട്ടിൽ നിന്നും പുറത്തേക്ക് വീഴ്ത്തുന്നത്. എന്നാൽ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു കള്ളക്കടത്തുകാരൻ ആ ഒരു പാമ്പുകളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ വെള്ളത്തിലേക്ക് വീഴുകയും ഒരുവിധം നീന്തി കരയിലേക്ക് അടുത്തെങ്കിലും ഇവിടെയുള്ള വേറൊരു പാമ്പ് അവനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ഈ സമയത്ത് ആ ഒരു പാമ്പിനെ ചവിട്ടിക്കൊന്ന് അവനെ രക്ഷിക്കുന്നത് ആദ്യത്തെ സീനിൽ നമ്മൾ കണ്ട ജെഫ് എന്ന് പറയുന്ന ആ ഒരു സൈക്കോ ആണ്. അത് ഒരു സൈക്കോ ആണെന്ന് അറിയാതെ എന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് ആ കടത്തുകാരൻ ജെഫിനെയും കൂട്ടിയിട്ട് ബോട്ടിലേക്ക് വരികയാണ്. പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ തന്റെ ബോട്ട് നശിക്കുകയും താനിവിടെ ഒറ്റപ്പെട്ടു പോയെന്നും ജെഫ് ബാക്കിയുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്.
ആ സമയത്താണ് ആ ഒരു സർക്കസിലൊരു മെമ്പർ ആയിട്ടുള്ള ഡാജിയോയ്ക്ക് തന്റെ ചെവിയിൽ വളരെയധികം വേദന ഉണ്ടാവുന്നത്. ഇത് കാണുന്ന ജെഫ് തന്റെ കൈവിരലിൽ ചെറിയൊരു മുറിവ് വരുത്തി അത് ഡാജിയോയുടെ ചെവിയിലേക്ക് ഇട്ടുകൊടുത്തതും അവന്റെ ചെവിയിലുണ്ടായിരുന്ന ഒരു കുഞ്ഞു പാമ്പ് ജെഫിന്റെ കൈയും കടിച്ചുകൊണ്ട് വരികയാണ്. അതൊരു പാമ്പായിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ബാക്കിയുള്ളവർ ജെഫിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ താൻ കാടുകളെല്ലാം നടന്നു കാണുന്ന ഒരു എക്സ്പ്ലോറർ ആണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് ജെഫ് പറയുന്നുണ്ട്. അന്ന് രാത്രി ലാൻ ആണെങ്കിൽ ആ ഒരു കടത്തുകാരനെ കണ്ട് തനിക്ക് ജെഫിന്റെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളുണ്ടെന്നും അവനൊരു എക്സ്പ്ലോറർ ആണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും പറയുന്നുണ്ട്. കാരണം രാജയുടെ ചെവിയിലുണ്ടായിരുന്ന ആ ഒരു വിഷമുള്ള പാമ്പ് ജെഫിനെ കടിച്ചിട്ടും അവന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തത് അവന് ആ ഒരു വിഷത്തിനെതിരെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണെന്നും അങ്ങനെ ഒരുപാട് പാമ്പിന്റെ കടി ഏറ്റിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പവർ വരികയുമുള്ളൂ എന്ന് ലാൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന കള്ളക്കടത്തുകാരൻ അവൻ എന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അവനെ വിശ്വസിക്കാമെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം ജെഫ് ആണെങ്കിലോ പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെന്ന് കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാപ്പ് കാണിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ടെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചൂണ്ട വെള്ളത്തിലേക്ക് പെട്ടെന്ന് വീഴുകയും അയാൾ അത് എടുക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് എന്തോ അയാളെയും വലിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ലാനും ബാക്കി ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന മെമ്പേഴ്സ് എല്ലാം നമ്മുടെ ഈ ഒരു ക്യാപ്റ്റനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും എവിടെ നോക്കിയിട്ടും അദ്ദേഹത്തിനെ കാണുന്നുണ്ടായിരുന്നില്ല. ലാനിന് എന്തൊക്കെയോ സംശയം തോന്നിയിട്ട് അവൾ ജെഫിന്റെ അടുത്ത് ക്യാപ്റ്റൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ മിസ്സിംഗ് ആവും, ആരെങ്കിലും ഒക്കെ കാണാണ്ടാവും എന്ന വളരെ സില്ലി ആയിട്ടൊരു എക്സ്ക്യൂസ് പറഞ്ഞ് അദ്ദേഹം വിട്ടുമാറാണ്. ഈ സമയത്ത് പെട്ടെന്ന് ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും പക്ഷികളെല്ലാം പറന്നു പോകുന്ന ആ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതേസമയം ജെഫ് എല്ലാരോടും എന്തിനെയോ കരുതിയിരിക്കാനായിട്ട് വോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വെള്ളത്തിനടിയിലൂടെ ആ ഒരു അനാക്കൊണ്ട വന്നിട്ട് ജെഫ് ആ പാവം ക്യാപ്റ്റന്റെ ഡെഡ് ബോഡിയുമായിട്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു കിണിയെ തേടി വരുന്നത്. ഒരു പാമ്പ് അവിടെ വന്ന് ക്യാപ്റ്റന്റെ ബോഡിയെ വിഴുങ്ങിയതും ജെഫ് അതിനെ പിടിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും എല്ലാത്തിനും ഒടുവിൽ ജെഫ് തിന്നി ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ വീഴുകയാണ്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ലൈഫ് ബോട്ടിൽ കയറിയിട്ട് അവന്റെ നേരെ പാഞ്ഞെടുക്കുന്ന എനാക്കൊണ്ടയുമായിട്ട് അവൻ ഒരു ഫൈറ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും എനാക്കൊണ്ടയുടെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് വീണ്ടും തിരിച്ച് ബോട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ആ ഒരു ബോട്ടിലുണ്ടായിരുന്ന ആ ഒരു സർക്കസ് ടീമിലെ ഒരു മെമ്പർ പുറത്തു വന്ന് എന്താണ് ഇവിടെ ഇത്ര ഒച്ചപ്പാടെന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പുറകിലായിട്ട് എന്തോ നിൽക്കുന്ന പോലെ തോന്നിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു അനാക്കൊണ്ട ആ ഒരു ബോട്ടിന്റെ മുകളിലായിട്ട് ഇരിക്കുന്നതും അവരുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു ക്യാപ്റ്റന്റെ ബോഡിയെ ഛർദ്ദിച്ച് ഇവരുടെ മുമ്പിലേക്ക് തന്നെ ഇടുന്നുണ്ട്. ആ ഒരു ബോട്ടിൽ എല്ലാവരും അവരുടെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്നുണ്ടെങ്കിലും അനാക്കൊണ്ട അവരെല്ലാവരെയും ഫോളോ ചെയ്ത് ആ ഒരു ബോട്ട് തന്നെ നശിപ്പിച്ച പോലെയുണ്ട്. അത് ആ ഒരു ബോട്ടിൽ ഓരോരുത്തരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ലാനിനെ പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ഡാജിയോ ആണ് ഒരു കുടത്തില് ആ ഒരു പാമ്പിന്റെ തല കുടുക്കിക്കൊണ്ട് നമ്മുടെ ലാനിനെ രക്ഷിക്കുന്നത്. ആ ഒരു കുടത്തിൽ നിന്നും തല എടുക്കാനായിട്ട് ആ ഒരു പാമ്പ് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ആ ബോട്ടിൽ തീ പടരുകയും അത് ആ ഒരു ബോട്ടിൽ വെച്ചിരുന്ന എക്സ്പ്ലോസീവിന്റെ അടുത്തേക്ക് വരികയും വലിയ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവുന്നേക്കാളും മുമ്പ് ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അവരുടെ ജീവൻ രക്ഷപ്പെടുത്താണ്. ലാൻ വെള്ളത്തിലേക്ക് ചാടുന്നേക്കാളും മുമ്പ് സർക്കസിലൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അവളുടെ ഒരു പെറ്റായിട്ടുള്ള ഒരു പാമ്പിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അതിനെ അവിടെയൊന്നും കാണാത്തതുകൊണ്ട് അവസാനം ഒരു നിവൃത്തിയില്ലാതെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു കണക്കിന് നീന്തി ഒരു കരയിലേക്ക് അടുത്തതിനു ശേഷം തങ്ങൾക്ക് തങ്ങളുടെ ബോട്ട് നഷ്ടപ്പെടാൻ കാരണക്കാരനായ ജെഫിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ജെഫ് അവരുടെ അടുത്ത് പറയുന്നത് എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ ഒരു പാമ്പിനെ പിടിക്കാമെന്നും ഇത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന പോലെ സാധാരണമായിട്ടൊരു എനാക്കൊണ്ടയല്ലാന്നും അതിനെ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് അവരുടെ കയ്യിൽ വരാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കള്ളക്കടത്തുകാരനാകട്ടെ ഇത്രയും പൈസ കിട്ടുമെന്ന് കേട്ടപ്പോൾ ജെഫിന്റെ കൂടെ തന്നെ നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതേസമയം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കഴുത്തിന്റെ ബാക്കിലായിട്ട് വളരെയധികം പെയിൻ അനുഭവപ്പെടാണ്. അപ്പോഴാണ് അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നും ഇതിനെതിരെയുള്ള ഒരു ആന്റിബയോട്ടിക്സ് അവന്റെ ബോട്ടിലുണ്ടെന്നും ജെഫ് പറയുന്നത്. പക്ഷെ ജെഫിന്റെ ബോട്ടിലേക്ക് എത്താനായിട്ട് 2 ദിവസമെങ്കിലും അവർക്ക് കാടിന് നടുവിലൂടെ നടക്കണം. തങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് മറ്റൊരു ബോട്ട് ഇല്ലാത്തതുകൊണ്ടും ലാനിന് അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള അലിയെ രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടും ജെഫിനെ ഒട്ടും തന്നെ വിശ്വാസമില്ലെങ്കിലും ജെഫിന്റെ ബോട്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് യാത്ര തുടങ്ങി.
അങ്ങനെ കാട്ടിലൂടെയും മറകളുടെ ഇടയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെയായിട്ട് അവർ സഞ്ചരിച്ചു. പിന്നീട് കുറച്ചു നേരം വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുഴയുടെ സൈഡിലിരുന്ന് അവർ റെസ്റ്റ് എടുക്കുന്നതിന്റെ ഇടയിൽ അലി ഒരു വെള്ളം കുടിക്കുന്നതിനായിട്ട് എടുത്തപ്പോഴാണ് ജെഫ് ഓടി വന്ന് ആ ഒരു വെള്ളം തട്ടിക്കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ചത്തുകിടക്കുന്ന കുറെ പ്രാണികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളമാണെന്നും കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വളരെ വലിയ ദാഹമുണ്ടാവുകയും ലാസ്റ്റ് ആ ഒരു പ്രാണികളുടെ പോലെ ഏതെങ്കിലും പുഴയിൽ ചെന്ന് ചാടി മരിക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ്. പിന്നീട് ജെഫ് ആ ഒരു പുഴ കടന്ന് ഇവിടെ ഒരു മരത്തമേലുണ്ടായിരുന്ന ഹോളിലേക്ക് അവന്റെ കൈ ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നീട് അവൻ കൈയെ തിരിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു കയ്യിൽ അള്ളി പിടിച്ചിരിക്കുന്ന പാമ്പിനെ അവരെല്ലാവരും കാണുന്നത്. പിന്നീട് അവർ ആ ഒരു പാമ്പിന്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിനെ കുക്ക് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജെഫ് ആകട്ടെ അതിനെയൊന്നും വേവിക്കുക പോലും ചെയ്യാതെ വളരെ പച്ചയ്ക്കാണ് അതിനെ തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താണ് പച്ചയ്ക്ക് ഇതിന്റെ മാംസം ഇങ്ങനെ കഴിക്കുന്നതെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ കുക്ക്ഡ് ആയിട്ടുള്ള മാംസത്തിന്റെ മണം ബാക്കിയുള്ള മൃഗങ്ങളെ ആകർഷിക്കുമെന്നും ഒരുപാട് നേരം ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്നും ജെഫ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സമയത്ത് തന്നെ ആകാശത്ത് പക്ഷികളെല്ലാം വളരെ സൗണ്ട് ഉണ്ടാക്കി പറന്നു പോകുന്നത് ശ്രദ്ധിക്കുന്ന ജെഫിന് വരാൻ പോകുന്ന ആ ഒരു ആപത്തിനെ കുറിച്ച് ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട്. സാധാരണ ഏതെങ്കിലും ഒരു അനാക്കൊണ്ട കാട്ടിലേക്ക് വരുമ്പോഴായിരിക്കും പക്ഷികൾ ഇങ്ങനെ ഒച്ച വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെഫ് ആരോടും ഈ ഒരു കാര്യം പറയാതെ ആ ഒരു അനാക്കൊണ്ടയെ എതിർത്ത് നിൽക്കാനായിട്ടുള്ള ടൂളുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ സർക്കസ് ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും ചെറിയൊരു കുട്ടിയെ ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു അനാക്കൊണ്ട ബാക്കിൽ കൂടെ വന്ന് പിടിച്ചുകൊണ്ടുപോവാണ്. കുട്ടിയുടെ നിലവിളി കേട്ട് ഡാജിയോയും ലാനും കൂടി അതിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയം ജെഫ് ആ ഒരു ടൂളും കൊണ്ടുവന്ന് അതിനെ കുത്തി ആ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ സമയം ആ ഒരു ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാളുടെ കസിനും അവരോടൊപ്പം ഈ ഒരു ജേർണിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും അറിയാതെ ഏതോ ഒരു പാരസൈറ്റ് അവന്റെ കഴുത്തിന് ബാക്കിലായിട്ട് അവനെ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ജെഫ് ഇവരെല്ലാരും കൂട്ടിയിട്ട് ഒരു കേവിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു കേവിന്റെ അവിടെ നിങ്ങൾ സേഫ് ആയിരിക്കുമെന്നും പാമ്പുകൾ ആരും ഇങ്ങോട്ടേക്ക് വരാറില്ല എന്നും ജെഫ് പറയുന്നുണ്ട്. ഇവന് ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്ന ഡൗട്ടിലാണ് താനും കൂട്ടരും നിൽക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ജെഫും നമ്മുടെ കള്ളക്കടത്തുകാരനും കൂടിയിട്ട് ഈ ഒരു അനാക്കൊണ്ടയെ ഇടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം പണമാണ് ഇവരുടെ കൈകളിലേക്ക് വരാൻ പോകുന്നതെന്നെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ ഈ ഒരു ട്രൂപ്പിൽ ഒരു മെമ്പർ പെട്ടെന്നൊരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എനിക്കാണ്. നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കസിൻ മിസ്സിംഗ് ആണ്. അങ്ങനെ ആ ഒരു കസിനെയും അന്വേഷിച്ച് പോകുമ്പോഴാണ് കസിനാകട്ടെ ഒരു പുഴയുടെ സൈഡിൽ എന്തോ വളരെ സ്ട്രേഞ്ച് ആയിട്ട് നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ കസിൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം കുടിക്കരുതെന്നും അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളമാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കേൾക്കാതെ അവൻ വീണ്ടും വീണ്ടും ആ ഒരു വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നേരത്തെ ഇവനെ കടിച്ച ആ ഒരു പാരസൈറ്റ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അവന്റെ ഉള്ളിലേക്ക് കയറി അവനെ കൊണ്ട് ഇങ്ങനെ ദാഹിപ്പിച്ച് ലാസ്റ്റ് അവനെ ആ ഒരു വെള്ളത്തിൽ തന്നെ മുക്കി കൊന്നുകളയും. പക്ഷെ ഇതിനെല്ലാം മുമ്പ് ഒരു അനാക്കൊണ്ട അവിടേക്ക് എത്തുകയും അവനെ വിഴുങ്ങുകയും ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു മെമ്പർ തിരിച്ച് ആ ഒരു ഗുഹയിലേക്കും വന്നു. അങ്ങനെ പിറ്റേന്ന് ഇവരവരുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഇനി അവർ ട്രാവൽ ചെയ്യേണ്ടത് വെള്ളത്തിൽ കൂടെയാണ്. പുഴയിലിറങ്ങി ട്രാവൽ ചെയ്യുന്നതിന്റെ ഡേഞ്ചർ മനസ്സിലാക്കി ചില ഗ്രൂപ്പ് മെമ്പേഴ്സ് ഞങ്ങൾ ഇതിനില്ല എന്ന് പറഞ്ഞുവെങ്കിലും അലിക്ക് വേണ്ട ആന്റിബയോട്ടിക്സ് 2 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ അവൾക്കത് ആപത്തായതുകൊണ്ട് വെള്ളത്തിൽ കൂടെ തന്നെ യാത്ര ചെയ്യാൻ അവർ തീരുമാനിച്ചു. പക്ഷെ വളരെ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേക്കും ഒരു അനാക്കൊണ്ട വന്ന് അതിലെ ഒരു മെമ്പറിനെ പിടിച്ചുകൊണ്ട് ഞെരുക്കി കൊന്നുകളഞ്ഞു. ലാൻ അയാളെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അവൾക്കൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ പിന്നീട് കുറെ ദൂരം കഴിഞ്ഞതിന് ശേഷം അവര് ലാസ്റ്റ് ജെഫിന്റെ ബോട്ട് കണ്ടുപിടിച്ചു. ബോട്ടിലെത്തിയതിനു ശേഷം അലിക്ക് വേണ്ട ആന്റിബയോട്ടിക്സ് ജെഫ് എടുത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് ഗ്രൂപ്പ് മെമ്പേഴ്സ് പറഞ്ഞപ്പോൾ എന്റെ പ്രോമിസ് ഞാൻ നിറവേറ്റിയെന്നും പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണമെന്നും പറഞ്ഞ് ജെഫ് അവരെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. ജെഫിന് വേണ്ടത് ആ ഒരു അനാക്കൊണ്ട പാമ്പിനെയാണ്. പക്ഷെ ആ ഒരു അനാക്കൊണ്ടയ്ക്ക് ഒരു വീക്ക്നെസ്സും ഇല്ല. അതിനെ പിടിക്കണമെങ്കിൽ അതിന് ഒരു ഇരയെ ഇട്ടുകൊടുക്കണം. ആ ഇരയായിട്ടാണ് ജെഫ് എല്ലാരെയും കണ്ടിരുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജെഫും ആ ഒരു കള്ളക്കടത്തുകാരനും കൂടിയിട്ട് ബാക്കിയുള്ള എല്ലാ ട്രൂപ്പ് മെമ്പേഴ്സിനെയും കയ്യും കാലും ഒക്കെ കെട്ടിയിട്ട് അവരെ വെച്ച് ഈ ഒരു അനാക്കൊണ്ടയെ പിടിക്കാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിരിക്കുന്നതാണ്. ആരുടെ ജീവൻ വേണമെങ്കിലും കൊടുത്ത് ആ ഒരു അനാക്കൊണ്ടയെ പിടിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു കള്ളക്കടത്തുകാരൻ ശരിക്കും അവൻ ആ ഒരു ട്രൂപ്പ് മെമ്പേഴ്സിനെ പിടിച്ചുകൊണ്ട് വന്നത് അവർ വിചാരിച്ച പോലെ പുതിയൊരു സർക്കസ് ഒന്നും തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അവരുടെ ഓർഗൻസ് എല്ലാം വിറ്റ് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും റിവീൽഡ് ആകുന്നത്.
ഇതേ സമയം അലി ആണെങ്കിൽ ജെഫിനെ സെഡ്യൂസ് ചെയ്ത് അവളുടെ കയറെല്ലാം അഴിപ്പിച്ച് അവന്റെ തോക്കുമെടുത്ത് അവനെ ഷൂട്ട് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് ആ ഒരു തോക്ക് വെച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല ജെഫ് അവളെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ലാൻ അവളുടെ കെട്ടെല്ലാം അഴിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസിന്റെ ഒരു കഷ്ണം വെച്ച് ജെഫിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുന്നത്. ഇതേ സമയം ഡാജിയോടെയും ആ ഒരു കുട്ടിയുടെയും അടുത്തേക്ക് വേറൊരു അനാക്കൊണ്ട പാഞ്ഞെടുത്തപ്പോഴാണ് എന്തോ ഒരു ഡിസ്ട്രാക്ഷൻ കാരണം ഭാഗ്യത്തിന് അത് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ആ ഒരു അനാക്കൊണ്ടയെ പിടിക്കാൻ നിന്ന് നമ്മുടെ കള്ളക്കടത്തുകാരനെ അവന്റെ പുറകെ വന്ന മറ്റൊരു പാമ്പ് വന്ന് വിഴുങ്ങിക്കളഞ്ഞു. അതുപോലെ തന്നെ ജെഫിനി മറ്റൊരു പാമ്പ് വന്ന് പിടിച്ചുകൊണ്ടുപോയി ഞെരുക്കി കളഞ്ഞു. പിന്നീട് ബാക്കിയുള്ള ലാനും അലിയുമെല്ലാം അവിടുന്ന് രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയത്താണ് ആ ഒരു ഫൈറ്റിനിടയിൽ അലിക്ക് ഒരു ഇഞ്ചുറി പറ്റി ബ്ലഡ് ഒരുപാട് പോയതുകൊണ്ട് തന്നെ അവൾ അവിടെ വെച്ച് മരിക്കുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ച് ബോട്ട് കണ്ടുപിടിച്ച് ലാനും ഡാവോജിയും ആ ഒരു കുട്ടിയും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുമ്പോഴാണ് ഡാവോജിയുടെ പിറകിലായിട്ട് എന്തോ ഒന്ന് ഇൻജെക്ട് ആവുകയും അവൻ അൺകോൺഷ്യസ് ആവുകയും ചെയ്യുന്നത്. അത് ജെഫിന്റെ പണിയായിരുന്നു. ശരിക്കും ആ ഒരു പാമ്പുമായിട്ടുള്ള ആ ഒരു ഏറ്റുമുട്ടലിൽ ജെഫ് തന്നെ ജയിച്ച് ആ ഒരു പാമ്പിനെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ആ അനാക്കൊണ്ടയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രാപ്പ് ഒരുക്കി ആ 3 പേരെയും അതിനുള്ളിൽ വെച്ച് ജെഫ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവർക്ക് ചുറ്റും 6 ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്നും പാമ്പുകൾ അവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന ഒരു ഭാവത്തിൽ അവർ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ക്രിംസൺ അനാക്കൊണ്ട അവിടെ വന്ന് ബാക്കിയുള്ള എല്ലാ പാമ്പുകളെയും അവിടെ നിന്ന് ഓടിക്കുന്നത്. ഇതേ സമയം ഈ ഒരു അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ജെഫ് അവനൊരുക്കിയിരുന്ന ആ ഒരു ട്രാപ്പ് വലിക്കുകയും ആ ഒരു പാമ്പടക്കം ആ ഒരു 3 പേരും ഒരു വലയിലുള്ളിൽ പെട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ബുദ്ധിയുള്ള ആ ഒരു പാമ്പ് ആ ഒരു റോപ്പ് ബ്രേക്ക് ചെയ്തതിന് ശേഷം അതിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയ ജെഫിനെ 2 മരത്തിന്റെ ഇടയിൽ സ്റ്റക്കാക്കി നിർത്തി വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ആ ക്രിംസൺ അനാക്കൊണ്ട വന്ന് അവന്റെ ഷോൾഡറിലായിട്ട് കടിച്ച് ഓൺ ദ സ്പോട്ട് തന്നെ അവനെ കൊന്നു കളയുന്നുണ്ട്. പിന്നീട് ആ ഒരു അനാക്കൊണ്ട ആ ഒരു 3 പേരെയും പിടിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും അവർ ഓടി മാറി ആ ഒരു പാമ്പിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഡാൻജിയോ ഒരു വലിയ മരക്കഷ്ണം എടുത്ത് ഈ ഒരു പാമ്പിന്റെ വായിലേക്ക് കുത്തിയിറക്കുന്നുണ്ട്. ലാൻ ആണെങ്കിൽ ഈ സമയത്ത് ഒരു വടി ഉപയോഗിച്ച് ആ ഒരു പാമ്പിന്റെ കണ്ണിൽ തന്നെ കുത്തി അതിന് മുറിവേൽപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ഒരു പാമ്പ് വീണ്ടും ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കാട്ടിലൂടെ ഓടി ഓടി അവസാനം അവരൊരു വയർ ട്രാപ്പിന്റെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വളരെ സ്പീഡില് നല്ല ഫോഴ്സിലും വന്നതുകൊണ്ട് ആ ഒരു പാമ്പിന്റെ തല അവിടെ 2ആയിട്ട് പിളർന്ന് 2 കഷ്ണമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തലനാരിഴയ്ക്ക് നമ്മുടെ ലാനും കൂട്ടരും ആ ഒരു പാമ്പിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഉടനെ തന്നെ അവര് ആ ഒരു കാട്ടിൽ നിന്ന് ഇറങ്ങി ജെഫിന്റെ ആ ഒരു ബോട്ടും എടുത്ത് എല്ലാം അവസാനിച്ചു എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ അവരുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. പക്ഷെ അവിടുന്ന് കട്ട് ചെയ്ത അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് തല 2ആയി പിളർന്നു പോയിട്ടും ആ ഒരു അനാക്കൊണ്ടയുടെ ബാക്കി ശരീരത്തിന് ഇപ്പോഴും ജീവനുള്ളതായിട്ടും പകുതി തല ഇല്ലാഞ്ഞിട്ട് പോലും പഴയതുപോലെ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ ആ ഒരു പാമ്പ് ആ ഒരു കാട്ടിലൂടെ ഇഴയുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. സോ ഇനി ആര് ആ ഒരു ഐലൻഡിൽ കാല് കുത്തിക്കഴിഞ്ഞാലും ഇത് തന്നെ അവസ്ഥ. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.